നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് PG മനു ഗവൺമെൻറ് പ്ലീഡറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന PG മനുവിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് പ്ലീഡറായിരുന്ന സമയത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ സമീപിച്ച സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിനിരയാക്കി എന്നാണ് പറയുന്നത്. സ്ത്രീ 2 തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ സ്ത്രീയുടെ ഭർത്താവും ഗവൺമെൻറ് പ്ലീഡറുടെ ഭാര്യയും തമ്മിൽ ഇവർ കുടുംബമായിട്ട് ഒരുമിച്ച് കുറ്റസമ്മതം നടത്തുന്ന ക്ഷമാപണം നടത്തുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. ഈ വീഡിയോയിൽ ഗവൺമെൻറ് പ്ലീഡറുടെ ഭാര്യ ഈ ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ ഭർത്താവിനോട് ക്ഷമ ചോദിക്കുന്നു. ഒരു തവണ കൂടി ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് മോചിതനാക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ക്ഷമാപണം ആ വീഡിയോയിൽ കാണുന്നുമുണ്ടായിരുന്നു. ആളുകളിലേക്ക് ഇത് പ്രചരിച്ചതോടുകൂടി PG മനു വളരെയധികം മാനസിക സംഘർഷത്തിലായിരുന്നു. ഇവിടെ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് വളരെയധികം ക്ഷുഭിതനായിക്കൊണ്ട് അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോയി ആത്മഹത്യ ചെയ്തുകൂടെ? നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം, നിങ്ങൾ ആത്മഹത്യ ചെയ്യുക തന്നെ വേണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ തെറ്റ് ചെയ്തത് അഡ്വക്കേറ്റ് PG മനു ആണെന്ന് ആവർത്തിക്കുമ്പോഴും ഇതിനോടൊപ്പം ഇറങ്ങിത്തിരിച്ച സ്ത്രീയും തെറ്റുകാരി തന്നെയല്ലേ? സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കണമെങ്കിൽ, ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഒരു തവണ ബലാത്സംഗം ചെയ്യാം. രണ്ടാമതും അത് ചെയ്യണമെങ്കിൽ ഭർത്താവിനെ കേസിൽ പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കേസിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് താൻ ഇയാളുടെ കൂട്ടത്തിൽ പോയതെന്ന് സ്ത്രീ പറയുന്നു. പക്ഷേ അഡ്വക്കേറ്റ് PG മനു അതിനെ നിരസിച്ചുകൊണ്ട് സ്വമനസാലെ വന്നതാണെന്നും ആ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. ഇതിലെ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തനിച്ചല്ല ഒരു അഡ്വക്കേറ്റിനെ പോയി കാണേണ്ടത്. തന്നെയുമല്ല, തനിച്ചു പോയി തനിക്ക് ഒരു തവണ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിയെങ്കിൽ ആ സ്ത്രീ 2ാം തവണയും എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോയി? മറ്റ് ഗവൺമെൻറ് പ്ലീഡർമാരല്ല, വക്കീലന്മാർ ആരുമില്ലേ ഈ ലോകത്തിൽ? അതുകൊണ്ട് ഈ അഡ്വക്കേറ്റ് PG മനുവിൻ്റെ ആത്മഹത്യയിൽ ആ സ്ത്രീ തന്നെ ഇത്രത്തോളം ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് 2 കുടുംബങ്ങളെ കൊണ്ടെത്തിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. എങ്കിലും മിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ട്. സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ താനൊരു സ്ത്രീയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയും പലപ്പോഴും തന്നെ സംരക്ഷിക്കേണ്ടത് താൻ തന്നെയാണ്. ഒരു ഗവൺമെൻറ് പ്ലീഡർ മുൻപും ഈ PG മനു പലതരത്തിലുള്ള ബലാത്സംഗത്തിൻ്റെ പീഡനത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ ഈ സുരക്ഷിതത്വം സ്ത്രീ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇവിടെ ഈ അഡ്വക്കേറ്റ് PG മനുവിൻ്റെ ആത്മഹത്യയിൽ ഈ സ്ത്രീക്ക് തന്നെ ഒരു പങ്കുണ്ട്. സ്ത്രീയുടെ ഭർത്താവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ കാരണം 2 കുടുംബങ്ങൾ നശിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു.